പെരിയാർ കടുവസങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്ര പൗർണമി ഉത്സവം പതിനായിരങ്ങൾക്ക് ദർശന പുണ്യമായി. ചൈത്രമാസത്തിലെ ചിത്ര പൗർണമി നാളിൽ മാത്രം ഭക്തർക്കായി തുറക്കുന്ന പുരാതന കണ്ണകി ക്ഷേത്രമായ മംഗളാദേവിയിലേക്ക് പുലർച്ചെ മുതൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി ഭക്തരുടെയും സഞ്ചാരികളുടെയും ഒഴുക്കായിരുന്നു. കേരളവും തമിഴ്നാടും സംയുക്തമായാണ് മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്ര പൗർണമി ഉത്സവം നടത്തിയത്. 1000-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിലെ ഉത്സവ നാളിൽ ഒരേ സമയം കേരളം തമിഴ്നാട് ശൈലിയിലെ പൂജകൾ നടന്നു. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരീ നാരായണി നമോസ്തുതേ. 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 അടുത്തടുത്ത 2 ശ്രീകോവിലുകളിലും മംഗളാദേവി പ്രതിഷ്ഠയാണുള്ളത്. ഇരു കോവിലുകളിലും വെളുപ്പിന് 5 മണിയോടെ നട തുറന്ന ആചാര ചടങ്ങുകൾ ആരംഭിച്ചു. ആദ്യ ശ്രീകോവിലിലും ഉപദേവതാ പ്രതിഷ്ഠകളായ ഗണപതി, ശിവപാർവതി സങ്കല്പത്തിലുള്ള പെരുമാൾ കോവിലുകളിലും കേരള രീതിയിലുള്ള പൂജകളാണ് നടത്തിയത്. അഭിഷേകാലങ്കാര പൂജകളോടെ ആരംഭിച്ച ക്ഷേത്ര ചടങ്ങുകളിൽ ഗണപതി ഹോമം, പ്രസന്ന പൂജ, ഉച്ചപൂജ എന്നിവ നടന്നു. തൊട്ടടുത്തുള്ള ശ്രീകോവിലിൽ തമിഴ്നാട് രീതിയിലുള്ള പൂജാവിധികളാണ് നടത്തിയത്. கிபி 2ஆம் நூற்றாண்டு இளங்கோவடிகள் எழுதிய சிறப்பதிகாரத்தினுடைய காப்பிய தலைவி இந்த கண்ணகி. சோழ நாட்டிலே பிறந்து மதுரையில் தஞ்சமடைந்து தன்னுடைய கணவன் கோவலன் பாண்டிய மன்னன் நெடுஞ்செழியனால் தவறான ஒரு தீர்ப்பினால் கொலை செய்யப்பட்டான் என்பதற்காக மதுரையை தீக்கிரை ஆக்கிவிட்டு அங்கிருந்து பொடிநடையாக நடந்து இந்த வேங்கை மரத்தினுடைய இந்த மலையில் 14 நாட்கள் இருந்து தவம் இருந்து தன்னுடைய கணவன் கோவலன் வந்து விண்ணக விமானத்தில் அந்த கண்ணகியை விண்ணகத்திற்கு அழைத்து சென்றான். அப்போது இங்கு இருக்கக்கூடிய பழங்குடியின மக்கள், குறிப்பாக பளியர்கள் என்று சொல்லக்கூடிய அந்த பழங்குடியின மக்கள் இந்த காட்சியை சேரன் செங்குட்டுவன் வலம் வரும்போது அந்த சேரன் செங்குட்டுவனிடம் இந்த காட்சியை சொல்கிறார்கள். உடனே சேரன் செங்குட்டுவன் இப்படிப்பட்ட ஒரு சிறப்பு வாய்ந்த இந்த பெண்மணிக்கு நாம் சிலை எடுக்க வேண்டும், இவளை நாம் தெய்வமாக வழிபட வேண்டும் என்று இமயமலைக்கு சென்று கல்லெடுத்து கொண்டு வந்து நீராட்டி கண்ணகியை தெய்வமாக வழிபாடு செய்தான். அத்தகைய பெருமைமிகு കോവിൽ இந்த കണ്ണകി കോവിൽ. ഇടുക്കി, തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കേരള തമിഴ്നാട് പോലീസ്, റവന്യൂ, വനം വകുപ്പ്, എക്സൈസ്, മോട്ടോർ വാഹന വകുപ്പ്, ആരോഗ്യം, അഗ്നിരക്ഷാ സേന അധികൃതർ സംയുക്തമായാണ് ചിത്ര പൗർണമി ഉത്സവം നടത്തിയത്. നമ്മള് ചൈത്ര പൗർണമി ഫെസ്റ്റിവൽ മംഗളാദേവി ക്ഷേത്രത്തില് ഇന്ന് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോർഡിനേഷന് വേണ്ടി നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും, നമ്മുടെ റവന്യൂ, പോലീസ്, ഫോറസ്റ്റ്, ലോക്കൽ ബോഡീസ് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തന്നെ നമ്മൾ ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെ 17,000 ആൾക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് സുരക്ഷാ സംവിധാനവും നമുക്കുള്ള ട്രാൻസ്പോർട്ട് സംവിധാനം എല്ലാം നല്ല രീതിയിലാണ് ഇപ്പോൾ വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ മംഗളാദേവിയിൽ എത്തിയിരുന്നു. ഇത്തവണ ചിത്ര പൗർണമിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം വകുപ്പും റവന്യൂ വകുപ്പും പ്രത്യേകിച്ച് വനം വകുപ്പും എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭക്തർ ഇത്തവണ ദർശനം നടത്തി. ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങൾ പരിശോധിച്ചാണ് മലമുകളിലേക്ക് ഭക്തരെ കയറ്റിവിട്ടത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.